കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ് കത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ബസ് ഉടമ. ബസ് കത്തിക്കുമെന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് ബസ്സിന് അപകടം സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. തീപിടിച്ചതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സന ബസിന്റെ ഉടമ ആവശ്യപ്പെട്ടു. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, എവിടെ, എപ്പോൾ വെച്ച്, ഏത് സാഹചര്യത്തിലാണ് ഈ ബസ് കത്തിയിരുന്നത്? ഇപ്പോൾ ഉടമയുടെ സംശയങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ ഏതാണ്ട് 8:45 കൂടി കൊണ്ടോട്ടി തുറക്കലിൽ വെച്ചായിരുന്നു ഈ ബസ് കത്തിയത്. ബസ്സിന്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ആദ്യം പുക ഉയരുന്നത് കണ്ടു. ബസ്സിനകത്ത് വലിയ തരത്തിൽ ചൂട് വരുന്നത് കണ്ടു. അങ്ങനെയാണ് ബസ് സൈഡാക്കിയത്. പിന്നീട് ഡ്രൈവർ ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ ബസ്സിന്റെ ഭാഗത്ത് നിന്ന് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് തീ പടരുകയും അപ്പോഴേക്കും പരമാവധി ആളുകളെ വേഗത്തിൽ പുറത്തിറക്കുകയും ചെയ്തു. അപ്പോഴേക്കും ബസ് ആളി കത്തുകയും ചെയ്തു. ഈ ബസ് കത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ബസ് ഉടമ യൂനസ് അലി അദ്ദേഹം ഇപ്പോൾ ഈ ബസ് കത്തിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ബസ്സിനെതിരെ നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസമായി 20 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ചിലർ രംഗത്ത് വന്നിരുന്നു. ബസ് കത്തിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ ബസ്സിൽ ഇനി യാത്ര ചെയ്യരുത്, ഈ ബസ് ഒരു വലിയ അപകടം സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് 2 ദിവസം മുൻപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഈ ബസ് കത്തിയതിനു ശേഷവും ആ നേതാവ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, തന്നോട് വ്യക്തിവൈരാഗ്യമുള്ള ചില രാഷ്ട്രീയക്കാരും ചില ആളുകളും ഉണ്ട്. അവർ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബസ് കത്തിയ സംഭവത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബസ് ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാഹനം 2019 ലാസ്റ്റ് മോഡൽ ഭാരത് ബെൻസ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പുതിയ ഇനത്തിൽപ്പെട്ട വാഹനമാണ്. അങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യമുള്ള വാഹനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ബസ് കത്തിയതിനകത്ത് കൃത്യമായ ഒരു സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ്. വെറുതെ ഈ ബസ് അങ്ങനെ കത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സേഫു. ശരി ജംഷീർ.